ഹലോ, എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഡിജിറ്റൽ പരസ്യങ്ങളിൽ പണം മുടക്കുന്ന ആളാണോ? അങ്ങനെയാണെങ്കിൽ ആ മുടക്കുന്ന പണം ശരിക്കും ഒരു ലാഭമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നുണ്ടോ? പലരും പരസ്യം ചെയ്യാറുണ്ട്. പക്ഷേ എന്താ ഇത്, ഞാൻ വിചാരിച്ച പോലൊരു റിസൾട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി കുറച്ചുകൂടി ആഴത്തിലൊന്ന് നോക്കാമല്ലേ? സത്യം പറഞ്ഞ ഇത് കേരളത്തിലെ ഒട്ടുമിക്ക ബിസിനസ് ഉടമകളും നേരിടുന്ന ഒരു പ്രശ്നമാണ്. അതായത് നമ്മൾ ഫേസ്ബുക്കിലും ഗൂഗിളിലൊക്കെ നല്ലൊരു തുക പരസ്യത്തിനു വേണ്ടിയിട്ട് അങ്ങ് മുടക്കും. പക്ഷെ മാസാവസാനം കണക്കെടുത്തു നോക്കുമ്പോഴോ ആ മുടക്കിയ കാശിനുള്ളൊരു ലാഭം അവിടെ കാണാനേ ഉണ്ടാവില്ല. ഇങ്ങനെയൊരവസ്ഥ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടെങ്കിലേ വിഷമിക്കേണ്ട, നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന തന്നെയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? എങ്ങോട്ടാണ് നമ്മുടെ ഈ പണമൊക്കെ പോകുന്നത്? പലപ്പോഴും ഇതിന്റെ ഉത്തരം നമ്മൾ വിചാരിക്കുന്നതിലും അടുത്തായിരിക്കും. ചിലപ്പോ നമ്മൾ പരസ്യം ചെയ്യാൻ ഏൽപ്പിക്കുന്ന ആ ഏജൻസികളിൽ തന്നെ. വലിയ ഏജൻസികളെ ഏൽപ്പിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കിയാലോ? ഇത് ശരിക്കും ഒരു സ്ഥിരം പരാതിയാണ് കേട്ടോ. വലിയ മാർക്കറ്റിംഗ് ഏജൻസികൾ നല്ലൊരു ഫീസ് വാങ്ങും, അതിലൊരു സംശയവുമില്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അവർക്ക് 100 കണക്കിന് ക്ലയൻസ് ഉണ്ടാവും, അതിലൊരാൾ മാത്രമായിരിക്കും നമ്മൾ. അപ്പൊ സ്വാഭാവികമായും നമ്മുടെ ബിസിനസ്സിന് വേണ്ട ആ ഒരു സ്പെഷ്യൽ അറ്റൻഷൻ, ആ ഒരു പരിഗണന, അതൊന്നും എപ്പോഴും കിട്ടണമെന്നില്ല. ദേ, ഈ കാണുന്ന താരതമ്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. സംഭവം ക്ലിയറാവും. ഒരു സൈഡിൽ വലിയ ഏജൻസികൾ, അവരുടെ ഫോക്കസ് എപ്പോഴും വലിയ മാസ് ഫീസിലായിരിക്കും. പിന്നെ എല്ലാവർക്കും ഒരേപോലെ ഒരു സ്ട്രാറ്റജി കൊടുക്കും. വൺ സൈസ് ഫിറ്റ്സ് ഓൾ എന്ന് പറയില്ലേ, അതുപോലെ. പക്ഷേ മറ്റേ സൈഡിലോ, അവിടെയാണ് നിങ്ങളുടെ ബിസിനസ്സിന്റെ ആവശ്യം വരുന്നത്. നിങ്ങൾക്ക് വേണ്ടതെന്താ? കൃത്യമായി അളക്കാൻ പറ്റുന്ന റിസൾട്ട്സ്, നിങ്ങൾക്കു വേണ്ടി മാത്രമുള്ള ശ്രദ്ധ, പിന്നെ നിങ്ങളുടെ ബിസിനസ്സിനായി ഉണ്ടാക്കിയൊരു പ്ലാൻ, അല്ലേ? അപ്പോൾ ഈ രണ്ടും തമ്മിലുള്ളൊരു ഗ്യാപ്പില്ലേ, അതാണ് പലപ്പോഴും നമ്മുടെ കാശു വെറുതെ പോകാൻ കാരണമാകുന്നത്. ശരി, അപ്പോ ഇതിനെന്താ ഒരു പരിഹാരം? ഒന്നാമത്തെ കാര്യം, നമ്മുടെ ചിന്താഗതിയൊന്നും മാറ്റണം. ഈ ലൈക്കിനും ഷെയറിനും മാത്രം പിന്നാലെ പോകാതെ നമ്മുടെ ബിസിനസ്സിന് ശരിക്കും കാശുണ്ടാക്കി തരുന്ന റിസൾട്ട്സിലേക്ക് ഫോക്കസ് ചെയ്യണം. നമുക്ക് ആ ഒരു റിസൾട്ട് ബേസ്ഡ് അപ്രോച്ചിലേക്ക് മാറാം. മാർക്കറ്റിംഗിൽ വാനിറ്റി മെട്രിക്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, കേട്ടിട്ടുണ്ടോ? അതായത് കാണാൻ നല്ല ഭംഗിയുള്ള കുറച്ച് നമ്പറുകൾ, എത്ര ലൈക്ക് കിട്ടി, എത്ര ഷെയർ പോയി, എത്ര പേര് കണ്ടു എന്നൊക്കെ. ഇതൊക്കെ കാണാൻ നല്ല രസാണ്, അല്ലേ? പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതൊന്നും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ കൊണ്ടുവരില്ല. അപ്പൊ ഈ വെറും ഷോ കാണിക്കുന്ന കണക്കുകൾക്കപ്പുറം നമ്മൾ ചിന്തിക്കേണ്ട സമയമായി. അതെ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ നിങ്ങളുടെ പരസ്യത്തിന്റെ ഒരേയൊരു ലക്ഷ്യമെന്തായിരിക്കണം? സെയിൽസ് അഥവാ വിൽപ്പന. ഒന്നോർത്തു നോക്കൂ, 1000 ലൈക്ക് കിട്ടുന്നതിലും വലുതല്ലേ ഒരു സെയില് നടക്കുന്നത്? അതാണ് നമുക്ക് വേണ്ടത്. ദേ നോക്കൂ, 2 തരം മാർക്കറ്റിംഗ് ഫിലോസഫി. ഒരു വശത്ത് ഈ പറഞ്ഞ വാനിറ്റി മെട്രിക്സ്, ലൈക്ക്, ഷെയർ, വ്യൂസ്, വെറും ഷോ. മറുവശത്ത് പെർഫോമൻസ് മെട്രിക്സ്, അതായത് ലീഡുകൾ, സെയിൽസ്, ലാഭം. ശരിക്കുള്ള കളി ഇവിടെയാണ്. ഈ രണ്ടാമത്തെ കൂട്ടരാണ് നിങ്ങളുടെ ബിസിനസ്സിന് ശരിക്കും പണം കൊണ്ടുവരുന്നത്. അപ്പോ ഇവിടെയാണ് പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന ഐഡിയ വരുന്നത്. എന്താണെന്ന് സംഭവം? സിമ്പിളാണ്. നിങ്ങൾക്കൊരു സെയില് നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു നല്ല ലീഡ് കിട്ടുമ്പോഴോ അങ്ങനെയുള്ള എന്തെങ്കിലും കൃത്യമായൊരു റിസൾട്ട് കിട്ടുമ്പോൾ മാത്രം നിങ്ങൾ ഏജൻസിക്ക് പണം കൊടുത്താൽ മതി. അപ്പൊ എന്താ ഗുണം? നിങ്ങളുടെ ലക്ഷ്യവും ഏജൻസിയുടെ ലക്ഷ്യവും ഒന്നായി. അതായത് ശരിക്കുമുള്ള ബിസിനസ് വളർച്ച. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരാം, ഒരു മൈൻഡ് സെറ്റ്. അതിനെ നമുക്ക് ROI ഫസ്റ്റ് മൈൻഡ് സെറ്റ് എന്ന് വിളിക്കാം. അതായത് നമ്മൾ ചിലവാക്കുന്ന ഓരോ രൂപയ്ക്കും എന്ത് തിരിച്ചു കിട്ടുന്നു, ഈ ഒരു ചോദ്യത്തിനായിരിക്കണം എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി. ഓരോ രൂപയ്ക്കും കണക്കുണ്ടാവണം. അപ്പോ എന്താണ് ഈ ROI അഥവാ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്? പേര് കേട്ട് പേടിക്കേണ്ട, സംഭവം സിമ്പിളാണ്. നമ്മളൊരു പൈസ മുടക്കിയാൽ അത് എത്രത്തോളം കാര്യക്ഷമമായിരുന്നു എന്ന് നോക്കുന്നൊരു പരിപാടിയാണിത്. ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഞാൻ പരസ്യത്തിന് 1 രൂപ ഇട്ടാൽ എനിക്ക് ലാഭമായിട്ട് എത്ര രൂപ തിരിച്ചു കിട്ടും? ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് ROI. ഇങ്ങനെയുള്ള ഒരു ROI ഫസ്റ്റ് പാർട്ട്ണർ എങ്ങനെയിരിക്കും എന്നുള്ളതിനൊരു നല്ല ഉദാഹരണമാണ് ഈ പറയുന്നത്. അതായത് ഒരു ഏജൻസി നിങ്ങളുടെ ബിസിനസ്സിനെ അവരുടെ സ്വന്തം ബിസിനസ് പോലെ കാണുന്നു എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നിങ്ങളുടെ വിജയം അവരുടെയും വിജയമാണ്. നിങ്ങൾ വളരുമ്പോഴേ അവരും വളരൂ എന്നൊരു ചിന്ത അവർക്ക് വരും. അതാണ് വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഈ ROI ഫസ്റ്റ് മൈൻഡ് സെറ്റ് എങ്ങനെ പ്രാക്ടിക്കലാക്കാം? ദേ, ഈ 4 സ്റ്റെപ്പുകൾ നോക്കൂ. ഒന്നാമത്തേത്, നമുക്ക് എന്താണ് വേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് തീരുമാനിക്കുക. അതാണ് ബിസിനസ് ഗോൾ. 2, പരസ്യം സ്റ്റാർട്ട് ചെയ്ത് വെറുതെ ഇരിക്കരുത്, അതിന്റെ റിസൾട്ട്സ് തുടർച്ചയായി അളന്നുകൊണ്ടിരിക്കണം. 3, കിട്ടുന്ന ഡേറ്റ വെച്ചിട്ട് ലാഭം കൂട്ടാൻ വേണ്ടി ഓപ്റ്റിമൈസ് ചെയ്യുക, അതായത് വേണ്ട മാറ്റങ്ങൾ വരുത്തുക.
നാലാമത്തത്, ഏതാണോ വർക്ക് ആവുന്നത് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക, അത് വികസിപ്പിക്കുക. കണ്ടില്ലേ, ഇതൊരു സിമ്പിൾ പ്രാക്ടിക്കൽ പ്രോസസ്സാണ്. അപ്പോ ഇത്രയും പറഞ്ഞതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്താണെന്നറിയോ? ഇതാണ്, നിങ്ങളുടെ മാർക്കറ്റിങ്ങിനെ ഒരു എക്സ്പെൻസ് ആയിട്ട് കാണുന്നത് നിർത്തുക. അതൊരു ചെലവല്ല, അതൊരു ലാഭമുണ്ടാക്കുന്ന സെന്റർ ആവണം. അതായത് നിങ്ങളുടെ കണക്കുപുസ്തകത്തിലെ ചെലവ് എന്നെഴുതുന്ന കോളത്തിൽ വരേണ്ട ഒന്നല്ല മാർക്കറ്റിംഗ്. അത് വരുമാനമുണ്ടാക്കി തരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരികയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ മാർക്കറ്റിംഗ് ഇപ്പോ വെറും ഒരു ചിലവാണോ, അതോ നിങ്ങളുടെ ബിസിനസ്സിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ബിസിനസ്സിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒന്നായിരിക്കും. അപ്പോൾ നന്നായി ചിന്തിക്കുക, നല്ല തീരുമാനങ്ങൾ എടുക്കുക.